ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു പുതിയ ക്രാഫ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. നമ്മൾ നല്ല കളർ പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ആ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതിങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. അപ്പം ഞാൻ ഒരുപാട് നാളെ വീഡിയോ ഇട്ടിട്ട്, കാര്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇത്രയും മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേപ്പർ മുഴുവനായിട്ട് നല്ല ഭംഗിയിൽ നല്ല കറക്റ്റായിട്ട് മടക്കിയെടുത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നന്നായി മടക്കിയിട്ടുണ്ട്. ഞാൻ നിവർത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ മടക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ മടക്കിയപ്പോൾ അങ്ങനെ ചെരിഞ്ഞു. അപ്പോൾ സൈഡിൽ നിന്ന് വെട്ടി നേരെയാക്കാം കേട്ടോ. നേരെയാക്കുമ്പോൾ നല്ല ഭംഗിയിൽ അത് വിരിഞ്ഞൊക്കെയാണ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അത് നല്ല പെർഫെക്റ്റോടെ നമ്മൾ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. നല്ല ഒപ്പം മടക്കിയിട്ട് അതിൻ്റെ കണ്ടോ നല്ല ഭംഗിയില്ലേ, അതിൻ്റെ ഒപ്പം മടക്കിയിട്ട് അതിൻ്റെ അറ്റത്തിട്ടോ, അതായത് കറക്റ്റ് തുമ്പത്തായിട്ട് നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് കണ്ടോ, ഞാൻ വിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, നമുക്കതവിടെ നിൽക്കും. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് തലയൊക്കെ വയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കണ്ടോ, മേൽഭാഗം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മേൽഭാഗത്തിലേക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തിലേക്കുള്ളതാണ് കേട്ടോ. അതിന് ഞാനൊരു ചെറിയൊരു വട്ടം വെട്ടിയെടുത്തിട്ടുണ്ട്. ആ മേലിന് മാച്ചായിട്ടുള്ള വട്ടം വേണം കേട്ടോ വെട്ടാൻ, ഇല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ബ്ലാക്ക് കളർ പേനെടുത്ത് 2 കണ്ണും ഒരു മൂക്കും പിന്നെ ഒരു വായ പോലത്തെ ഇങ്ങനെ 2 ഭാഗത്തോട്ട് ഇങ്ങനെ വരില്ലേ, അതും വരച്ചു കൊടുക്കുക. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ റോസ് കളർ സ്കെച്ച് എടുക്കാം. അതായത് നമ്മൾ ചെയ്യാൻ പോണത് ബ്ലഷ് ഇട്ടെടുക്കാം കേട്ടോ. നമ്മൾ 2 കവിളിലായിട്ട് ഇങ്ങനെ 2 ബ്ലഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാവും. ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുഖം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ മുഖവും റെഡി ആയിട്ടുണ്ട്, മേലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ പശ എടുക്കാം, നമ്മുടെ മേൽഭാഗം എടുക്കാം. എന്നിട്ട് നമ്മൾ ആ മേൽഭാഗത്തിന് നമ്മൾ സ്റ്റാപ്ലർ ഒട്ടിച്ചുല്ലോ, അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വേണം നമ്മൾ ഈ പശ തേച്ച് കൊടുക്കാൻ. കൂടുതൽ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മുഖം എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ചൊരു ഭംഗി കുറവുണ്ടാവും. നമ്മുടെ ചെവിയും കൂടെ വന്നാലാണ് കുറച്ചും കൂടെ ഭംഗിയാവാം. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അത് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു നല്ലൊരു ക്യൂട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭംഗിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അതൊക്കെ വിരിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യൂട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് ചെവിയിലേക്കുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ 2 ചെവി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് വരച്ചാൽ മതി, എന്നിട്ട് വെട്ടിയെടുക്കാം, വലിയ പാടൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ നമ്മൾ അതിൻ്റെ ഒരു ഉള്ളിലായിട്ട് നമ്മൾ ആ വെട്ടിയതിൻ്റെ അതേ ഷേപ്പിൽ കറക്റ്റായിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയിൽ ഒന്ന് ഉള്ളിൽ കളർ ചെയ്തെടുക്കുക. കൂടുതൽ നമ്മൾ ഡാർക്ക് ആക്കരുത്, കാര്യം നമ്മൾ ഇപ്പം ഞാൻ പച്ച കളറാണല്ലോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ പച്ച സ്കെച്ച് എടുത്തു. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ വെട്ടുന്നതിൻ്റെ ആ ഒരു ഏത് കളർ പേപ്പറാണോ എടുക്കുന്നത് ആ കളർ തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. മൊത്തം കളർഫുള്ളാക്കിയാലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പച്ച ആ ഒരു രീതിയിൽ എടുക്കണോണ്ട് ഞാൻ പച്ച സ്കെച്ച് എടുക്കാം. അപ്പോൾ ഇതൊരു ഡാർക്കായിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഡാർക്ക് സ്കെച്ച് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, 2 അയ്യോ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, 2 ചെവിയും കാണാൻ നല്ല ക്യൂട്ടായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി ഇതും ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീണ്ടും ആരോ ആ പിറ്റിനെടുത്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പശ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വേണം പശ തേക്കാൻ. അതായത് മുഖത്തിൻ്റെ ആ ഭാഗത്തല്ല, അത് തിരിച്ച് വെച്ച് അതിൻ്റെ ബാക്കിൽ പശ തേക്കുക. എന്നിട്ട് ആ 2 ചെവി എടുത്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അത് നേരെ വെച്ചിട്ട് വേണം, അതായത് നേരെ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ച് വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നേരെ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കണ്ടോ. അപ്പോൾ ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു റാബിറ്റ് റെഡിയായി. നേരത്തെ ഞാൻ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ഇപ്പോൾ 3 ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. കണ്ടോ,
വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള റാബിറ്റ് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് സമയം മതിയിട്ട് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കുക. അപ്പോൾ നമ്മുടെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ.